അക്ഷയ മീനങ്ങാടിയിൽ നിന്നുള്ള NDRF സംഘം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവർ രക്ഷാപ്രവർത്തനത്തിൽ പ്പെട്ടിട്ടുണ്ട്. കൂടുതൽ രക്ഷാപ്രവർത്തകരെ ഇങ്ങോട്ട് എത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനത്തിന് മഴ ഒരു തരത്തിൽ തടസ്സമാകുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ ഒന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതാണ് ആശ്വാസകരമായ ഒരു കാര്യം. എന്തായാലും രക്ഷാപ്രവർത്തനം കൂടുതൽ വണ്ടികൾ എത്തിച്ചും മറ്റും രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. അക്ഷയ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ ആളുകളുടെ ആരോഗ്യനിലയിൽ ആശങ്കയില്ല എന്നുള്ള വിവരമാണ് പങ്കുവെക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം മുതൽ പറഞ്ഞതുപോലെ ചൂരൽമല പ്രദേശം ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ചൂരൽമല പാലത്തിന് അപ്പുറത്തേക്ക് ജനവാസം ഇപ്പോൾ കുറവാണെങ്കിൽ കൂടി പാലത്തിന് ഇപ്പുറത്ത് കുറേ ഭാഗങ്ങളിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. അവർ ഒറ്റപ്പെട്ട നിലയിലാണുള്ളത്. അവിടെ ഏതെങ്കിലും രീതിയിലുള്ള മെഡിക്കൽ എമർജൻസിയോ മറ്റ് കാര്യങ്ങളോ ഉണ്ടായാൽ അവരെ പുറത്തേക്ക് എത്തിക്കാൻ മാർഗമില്ല. മീനാക്ഷി പാലത്തിന് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു ഈ ഇടിച്ചിലിൽ എന്ന ഒരു ആശങ്ക കൂടി ജനപ്രതിനിധികൾ അല്പസമയം മുമ്പ് പങ്കുവച്ചിരുന്നു. എന്താണെങ്കിലും അങ്ങനെയാണെങ്കിൽ പാലമടക്കം ബലപ്പെടുത്തണം, അല്ലെങ്കിൽ അവിടെ ബദൽ സംവിധാനം ഒരുക്കേണ്ടി വരും. ഇതിന് തൊട്ടപ്പുറത്ത്, ഈ പാലത്തിന് തൊട്ടപ്പുറത്താണ് 900 കണ്ടി എന്നുള്ള വിനോദസഞ്ചാര കേന്ദ്രം. അവിടേക്ക് വന്ന വിനോദസഞ്ചാരികൾ ആ പ്രദേശത്ത് ഉണ്ടോ എന്നുള്ള അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യെല്ലോ അലർട്ട് മാത്രമാണ് ഇന്നലെയും ഇന്നും വയനാട്ടിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ടൂറിസം മേഖലയിലൊന്നും ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങളോ മുൻകരുതലുകളോ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ മഴയുടെ കണക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മളടക്കം അയ്യോ ഇത്രയധികം മഴ ആ മേഖലയിൽ പെയ്തോ എന്ന് ആശങ്കപ്പെടുന്നത്. 200 മില്ലിമീറ്ററിലധികം മഴ, അതായത് 204 മുകളിൽ അതിതീവ്ര മഴയാണ്. അത്രയും വലിയ മഴ ഈ ഭാഗത്ത് പെയ്തിരിക്കുന്നു. ഇളമ്പിലേരി മല, മേപ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും കള്ളാടിയാണ് ഇതിന് തൊട്ടടുത്തുള്ള മഴ അളക്കുന്ന ഒരു സ്ഥലം. കള്ളാടിയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, ഒരു 2018 തൊട്ട് ഇങ്ങോട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശക്തമായി മഴ പെയ്യുന്ന ഒരു കേന്ദ്രമാണ് കള്ളാടി. അവിടെ അതിതീവ്ര മഴ ഇന്നലെ പെയ്തിരിക്കുന്നു. പക്ഷേ ഒരു മുന്നറിയിപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മുൻകരുതലോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും ആശങ്കപ്പെടുത്തേണ്ടത്. കാരണം യെല്ലോ അലർട്ട് മാത്രം നിലനിന്നിരുന്ന ഒരു സ്ഥലത്താണ് അതിതീവ്ര മഴ പെയ്തത്. അത് മഴയുടെ അളവ് കണക്ക് വരുമ്പോൾ മാത്രം ജില്ലാ ഭരണകൂടത്തിന് അടക്കം ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം ഒരു മുന്നറിയിപ്പും മുകളിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. ടൂറിസം മേഖലയിലടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല. ആ സമയത്താണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത്. അക്ഷയ, തീർച്ചയായും എന്തുകൊണ്ട് ഈ അലർട്ടുകൾ നൽകാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് കറക്റ്റ് കണക്ക്. ഇപ്പോൾ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന കണക്ക് നമുക്ക് മുൻപിലേക്ക് എത്തുന്നുണ്ട്. 265 മില്ലിമീറ്റർ മഴയാണ് പ്രദേശത്ത് പെയ്തത് എന്നുള്ളത്. എന്തുകൊണ്ട് അവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. പക്ഷേ പ്രദേശത്തുള്ള ചിലർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം കിട്ടിയിരുന്നു. അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ, അതൊരു പക്ഷേ പ്രാദേശികമായി ലഭിച്ചതായിരിക്കാം, അവിടെയുള്ള ആളുകൾ പലരും മാറി താമസിച്ചു എന്നൊക്കെ നേരത്തെ അവിടുന്ന് പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ തൊഴിലാളികളുടെ കാര്യത്തിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 18ഓളം തൊഴിലാളികൾ മണ്ണിനടിയിൽപ്പെട്ടെന്നാണ് ഒരു സൂപ്പർവൈസേഴ്സ് പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് ഒന്നും പറയാൻ കഴിയില്ല. കാരണം എത്ര തൊഴിലാളികളുണ്ട് എന്നുള്ളത് ഇതിനെക്കുറിച്ച് ഇതുവരെ അവർക്ക് കൺഫേം ചെയ്യാൻ കഴിയില്ല. അവരുടെ കണക്ക് പ്രകാരം ഇനിയും 18ഓളം തൊഴിലാളികളെ അവർക്ക് കണ്ടുകിട്ടാനുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ? അതെ, എല്ലാവരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഈ മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തുള്ള ആളുകൾക്കൊന്ന് പുറത്തേക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ. അതുപോലെ 900 കണ്ടിയിൽ ടൂറിസ്റ്റുകൾ എങ്ങാനുണ്ടോ? 900 കണ്ടിയിൽ അപ്പുറത്ത് ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. 900 കണ്ടിയിലടക്കം അവിടുത്തെ ജനവാസ മേഖലയില്ല. ഇപ്പോൾ ചൂരൽമലയിലും മുണ്ടക്കയിലും മറ്റൊരു ബദൽ മാർഗ്ഗമില്ല. നിലവിൽ അവർക്ക് മേപ്പാടിയിലേക്ക് എത്തണമെങ്കിൽ, മറ്റൊരു ലോകത്തേക്ക് എത്തണമെങ്കിൽ ഈ റോഡ് മാർഗമേ കഴിയുള്ളൂ. നിലവിൽ ഈ പാലം തകർന്നു കിടക്കുന്ന അവസ്ഥയിൽ അപകടത്തിലാണോ? നിലവിൽ പാലത്തിന് മുകളിലും താഴെയും മുഴുവൻ മണ്ണ് അടിഞ്ഞു കിടക്കുന്നതാണ്. ഈ മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ പാലത്തിന്റെ നിലവിലുള്ള സാഹചര്യം എന്താണെന്ന് പുറത്തേക്ക് അറിയൂ. നിലവിൽ പാലത്തിന്റെ ഈ സൈഡ് നോക്കുമ്പോൾ പാലത്തിന് കാര്യമായ ബലക്ഷയം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പ്രദേശവാസിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതായത് 18 പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ള കാര്യം അവിടെയുള്ള, അതായത് ഈ കരാർ ഏറ്റെടുത്ത് ജോലി ചെയ്യുന്ന അവിടെയുള്ള തൊഴിലാളികളുടെ നമ്പറിനെ പറ്റി പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. 6 പേരെ മണ്ണിനടിയിൽ നിന്നും എടുത്ത് അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവർ ആശുപത്രിയിലുണ്ട്. അവരുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടാനൊന്നുമില്ല എന്നുള്ള കാര്യം നേരത്തെ മന്ത്രി വ്യക്തമാക്കുന്നു. കണക്കുമായി ബന്ധപ്പെട്ടുള്ളതാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. മണ്ണിനടിയിൽപ്പെട്ട, മണ്ണിൽ പുതഞ്ഞു പോയിട്ടുള്ള മനുഷ്യന്മാരെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് എടുക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. കനത്ത മഴ പെയ്യുകയാണ്. ഇപ്പോഴും മഴ തുടരുന്നു എന്നുള്ളതാണ് ഈ രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം അപ്പുറത്തേക്കുള്ള ആ പാലത്തിന്, നമ്മൾ കാണുന്ന പാലത്തിന് അപ്പുറത്തുള്ള അക്കരെയുള്ള ജനമാകെ ഒറ്റപ്പെട്ട അവസ്ഥയുണ്ട്. അവിടെ നിന്നും അവർക്ക് ഇങ്ങോട്ടേക്ക് ഒരു തരത്തിലുള്ള പ്രവേശനവും ഉണ്ടാകുന്നില്ല.